ഹായ്. അപ്പോൾ ഇന്നലെ ക്രിക്കറ്റ് നമ്മുടെ രാജ്യം വീണ്ടും ജയിച്ചിരിക്കുകയാണ് ഏഷ്യ കപ്പിൽ കുറേ കാലമായിട്ട് നമ്മൾ തന്നെയാണ് അജയ്യരായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ 9ാമത്തെ കപ്പാണ് നമ്മൾ ഏഷ്യ കപ്പിൽ എടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം എടുത്തത് ശ്രീലങ്കയായിരുന്നു. ഏഷ്യ കപ്പ് വൺഡേയിൽ നിന്ന് 2020 ആക്കിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ എല്ലാം 2020 ഫോർമാറ്റിലാണ് കളികളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി 2020 എല്ലാത്തിലും ഡോമിനൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കപ്പ് ജയിക്കുമെന്നുള്ളത് കുറച്ചൊക്കെ ടെൻഷൻ തന്നു എങ്കിൽ പോലും ജയിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. കാര്യം ഓപ്പോസിറ്റ് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ 100% നമ്മൾ വിജയം ഉറപ്പിച്ചായിരുന്നു. കുറച്ച് വർഷം മുന്നേ പോലും പാകിസ്ഥാൻ നല്ലൊരു ടീം, ഒരു ശക്തരായ ഒരു എതിരാളി ആയിരുന്നപ്പോൾ പോലും ഒരു ഫൈനൽ മാച്ചിൽ അവരെക്കാളും മാനസികമായിട്ടുള്ള ഒരു കരുത്ത് നമുക്കുണ്ടായിരുന്നു, അന്ന് പോലും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കാലഘട്ടമൊക്കെ മാറി. ഇന്ത്യൻ ടീം ഫിറ്റ്നസ് ലെവലിൽ വേറെ ലെവലിലേക്ക് മാറി. 6 പാക്ക് 8 പാക്സ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുള്ള വിരാട് കോഹ്ലി കൊണ്ടുവന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. അതിനുശേഷം കുറേ കൂടി നമ്മൾ മാനസിക ധൈര്യവും അല്ലെങ്കിൽ കരുത്തുള്ളവരായിട്ട് മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലെ ആൾക്കാരുടെ ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ വളരെ പ്രൊഫഷണലാണ് നമ്മൾ. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം നല്ല സ്റ്റാമിനുള്ള ആൾക്കാരാണ്. അധികം പരിക്കുകളൊന്നും പണ്ടത്തെ പോലെ ഇപ്പോൾ ആൾക്കാർക്കില്ല. എല്ലാവരും 2-3 ഫോർമാറ്റിലെ കളിച്ചിട്ട് പോലും ഇങ്ങനെ ചാടിയാണ് ആംഗ്രി ബേഡ്സ് ആയിട്ടാണ് നമ്മുടെ ചെക്കന്മാരെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു ഒത്തിരി സന്തോഷമുണ്ട്. കളി ജയിക്കുമെന്നുള്ളത് അറിയായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് തോന്നിയൊരു കാര്യം, പിന്നെ വേറൊരു കാര്യം, IPL നിന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷർ. IPL എത്രയോ വലിയ താരങ്ങളുമായിട്ട് അവർ സംസാരിക്കാൻ അവസരങ്ങൾ വരുന്നു, അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ പറ്റുന്നു, ഇവരോടൊപ്പം കളിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, അവരുടെ ബോളിങ്ങിനെ, അവരുടെ പല കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ്, ഇതെല്ലാം കൊണ്ട് തന്നെ ഭയങ്കര ഡിസ്ക്ലോസ്ഡ് ആണ് നമ്മുടെ സിസ്റ്റം മൊത്തത്തിലിപ്പോൾ. എക്സ്പോസ്ഡുമാണ്. അതേപോലെ നമ്മൾ കളിക്കാർ നല്ല രീതിയിൽ എക്സ്പോസ്ഡാണ്, അവർ എക്സ്പോഷർ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഒരു വലിയ എതിരാളികൾ വന്നാൽ പോലും നമ്മുടെ ടീമിനെ അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള മാനസിക ധൈര്യക്കുറവൊന്നും ഇന്നത്തെ കാലത്ത് ഒരാൾക്കും ഇല്ല. അതുകൊണ്ട് തന്നെ കളി ജയിക്കും, കുറച്ച് ടൈറ്റ് വന്നാലും ജയിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമൊന്നുമല്ല, അത്യാവശ്യം കളിയെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ട്. നമ്മളെപ്പോഴും കളി കാണണമെന്നില്ല, പക്ഷേ നമ്മുടെ രീതികൾ കാണുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ ഈ കളി തുടങ്ങി ഇവർ ഫസ്റ്റ്, എനിക്ക് വേറൊരു കാര്യത്തിൽ ഒരു ഇത് തോന്നി കേട്ടോ. അതായത് ഇവരൊരു 160-170 റൺ എടുക്കാനുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ എടുത്തിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ നമുക്കൊരു നല്ലൊരു പണി തന്നേനെ. അപ്പോൾ അവരുടെ ഫസ്റ്റ് വിക്കറ്റ് നല്ലതായിരുന്നു, നല്ല രീതിയിൽ 8, 9, 10 ഓവറിലൊക്കെ 80 അടിച്ചു. അതിനുശേഷം ഞാൻ നോക്കുമ്പോഴൊക്കെ ഒരു 130, അത് 14 ഓവറിലൊക്കെ 130 റൺസ് പോയിട്ടുണ്ട്. 14-15 ഓവറാണതിന് മുന്നേ 133 റൺസൊക്കെ അവർക്കുണ്ട്. അത് ഞാൻ പറയാൻ കാര്യം, ഇന്ത്യ 14 ഓവറാകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ 13 പോയിൻറ്റ് സംതിങ് ഓവറാകുമ്പോൾ 90-നടുത്ത് റൺസേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ഇവരുടെ നോക്കിയപ്പോൾ അവർ എത്രയോ മേലെ പോയൊരു ടീമായിരുന്നു. ഒരു 160, ഏറ്റവും മിനിമം 160 പോകേണ്ട ഒരു കളിയായിരുന്നു. പക്ഷേ അതിനെ ചുരുട്ടി കെട്ടിയത് നമ്മുടെ ടീമിൻ്റെ പ്രൊഫഷണലിസമാണ്, നമ്മുടെ ടീമിൻ്റെ ഫീൽഡിങ്ങും ഈ പ്രൊഫഷണലിസമൊക്കെ പറയുമ്പോൾ ഫീൽഡിങ് എന്തായാലും എടുത്ത് പറയേണ്ടതാണ്. കാര്യം അത്രയും ഈ ആംഗ്രി ബേഡ്സ് ആയിട്ട് 6 പാക്ക് സ്റ്റാമിനയൊക്കെ ഇട്ട് നിൽക്കുന്നത് ചെക്കന്മാരാണ്. പറന്നാണ് ബോൾ പിടിക്കുന്നത്, റണ്ണൗട്ട് ആക്കുന്നത്, റൺസ് സേവ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതെല്ലാം ഇതിനകത്തൊരു പ്രധാന ഘടകം തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. അഭിഷേക് ശർമ്മ എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാണ്. നമുക്ക് എപ്പോഴും ഓരോരോ ബ്രാൻഡുകൾ കിട്ടാറുണ്ട്. ഗില്ലായിരുന്നു ഇതിന് മുന്നേ ഒന്നൊരു ബ്രാൻഡ്, പക്ഷേ ഗില്ലിന് പരിമിതികളുണ്ടായിരുന്നു. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലിനെ പോലെ ഒരു പിൻഗാമിയായിട്ട് വരാൻ ഉണ്ട്, പക്ഷേ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ആ സ്ഥാനത്തേക്ക് ഒരു സംശയമില്ലാണ്ട് ഞാൻ പറയാം, അഭിഷേക് ശർമ്മയുണ്ട്. കാര്യം അസാധ്യ കളിക്കാരനാണ്. അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യ കളിക്കാരനാണ്. അയാളെടുക്കുന്ന ഷോട്ടുകൾ, ഞാൻ ആദ്യം വിചാരിച്ചത് ഇത്രയും വണ്ണമൊന്നുമില്ല, അധികം അടിക്കാനുള്ള പവറൊക്കെ വേണമല്ലോ. പക്ഷേ ആൾ നല്ല ഉരുക്ക് മനുഷ്യനാണ്. അടിക്കുന്ന അടിയെന്ന് പറഞ്ഞാൽ തൂക്കിയടി എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലേക്കും. എനിക്കിപ്പോൾ വൺ സൈഡ് കളിക്കാരൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഗില്ലിനൊരു പ്രശ്നം, ഗില്ല് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലിക്ക് ഷോട്ടുകൾ, ലെഗ് സ്റ്റമ്പിൽ കളിക്കും, മിഡ് ഓൺ, ലോങ് ഓൺ, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഗില്ലിൻ്റെ ഓഫ് സ്റ്റമ്പ് കളിയിലേക്ക് ഗില്ലിന് ഒരു ഫ്ലെക്സിബിലിറ്റി വരാനുണ്ട്. അത് ബാക്ക് ഫുട്ടിൽ ഗില്ല് അധികം കളിക്കുന്നില്ല, ബാക്ക് ഫുട്ട് ബെൻഡ് ചെയ്യുന്നില്ല. അതൊരു പ്രശ്നമാണ് ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ച്. ഒരു കംപ്ലീറ്റ് ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിലേക്ക് അയാളെ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു ഘടകം ഓഫ് സ്റ്റമ്പിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. അത് പ്രശ്നം തന്നെയാണ്. അത് പല ആൾക്കാരുടെയും ലൈഫ് നശിപ്പിച്ചിട്ടുണ്ട്, ചില ആൾക്കാരുടെ ലൈഫ് കൊണ്ടുവന്നിട്ടുണ്ട്. വീരേന്ദ്ര സെവാഗിൻ്റെ ലൈഫ് കത്തി കയറ്റിയ ഒരു ഐറ്റമാണ് ബാക്ക് ഫുട്ട് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സെവാഗ് കൂടുതൽ ഷോട്ട് എടുക്കണം ഓഫ് സ്റ്റമ്പിലാണ്. ഓഫ് സ്റ്റമ്പ് കളി മാത്രം മതി ഒരാൾക്ക് നിലനിൽക്കാൻ. എക്സ് സ്റ്റമ്പ് ഇല്ലെങ്കിലും വലിയ വിഷയമില്ല. എക്സ് സ്റ്റമ്പ് എങ്ങനെയായാലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കളിയാണ്. കാര്യം നമ്മുടെ ബോഡി ക്ലോസ് വരുന്നതുകൊണ്ട് സാധിക്കുന്നൊരു കളിയാണ്. അപ്പോൾ ഓഫ് സ്റ്റമ്പിലാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ലെഗ് സ്റ്റമ്പിൽ മാത്രം കളിച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഇപ്പോൾ സഞ്ജു സ്ട്രഗിൾ ചെയ്യണ ഒരു കാര്യം ഞാൻ ഇതിനുമ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് കുറേ ആൾക്കാർ വന്ന് എന്തൊക്കെയോ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. സഞ്ജുവിന് സ്ട്രഗിൾ ചെയ്യണതിൻ്റെ മെയിൻ പ്രശ്നങ്ങളൊന്ന് ലെഗ് സ്റ്റമ്പിൽ ഡോമിനൻസ് ഉള്ളതുകൊണ്ടാണ്.
ഉത്തപ്പ ടീമിൽ നിന്ന് പുറത്താകാനുള്ള മെയിൻ കാരണങ്ങളൊന്നും എക്സ്റ്റംപ് മാത്രം ഉള്ളതുകൊണ്ടാണ്. മറിച്ച് ഒരു ഓഫ് സ്റ്റംപ് കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ കളി ഏറെ ലെവലായി പോകുന്നതാണ് ഈ ശരിക്കും സഞ്ജുവിൻ്റെയും ഉത്തപ്പേൻ്റെയൊക്കെ. പിന്നെ പോയി കണ്ട കാര്യമില്ല, നിങ്ങൾ സഞ്ജു സ്റ്റിൽ എക്സിസ്റ്റ് ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു പിൻഗാമിയായിട്ട് കൂട്ടാൻ പറ്റും നമ്മുടെ അഭിഷേക് ശർമ്മേനെ. മിടുക്കനാണ്, ഒരു സംശയമില്ല, പൊരിക്കും കളിയും. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് വിക്കറ്റ് പോയി, പക്ഷേ ബാക്കി ഇതുവരെ കളിച്ച കളികളൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. ശരിക്കും ഒരു യുവരാജിൻ്റെ ഒരു ഫോളോവറാണെന്ന് പറയാം. യുവരാജിൻ്റെ ഫോളോവറായിട്ട് ഇപ്പോൾ 2 പേരാണ് നമ്മുടെ ടീമിലുള്ളത്. ഒന്ന് റിങ്കു സിംഗും ഒന്ന് നമ്മുടെ അഭിഷേക് ശർമ്മയാണ്. ഇത് പറയാൻ കാര്യം, യുവരാജ് എല്ലാ സൈഡിലും ഒരേ ആക്സസ് ആയിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്ക് 6 ബോൾ 6 സിക്സ് അടിക്കാൻ പറ്റിയത്. അത് ഏതെങ്കിലും ഒരു ലെഫ്റ്റ് ഹാൻഡർക്കോ ഒരു ഹിറ്റർക്കോ അടിക്കാൻ പറ്റുന്നതല്ല 6 ബോൾ 6 സിക്സ്. അത് സ്പിന്നിലും അടിക്കാൻ പറ്റിയില്ല, അത് ഫാസ്റ്റിലും പറ്റിയില്ല. ഫാസ്റ്റിൽ അടിക്കണമെങ്കിൽ കുറച്ചും കൂടി പാടാം സ്പിന്നിനേക്കാളും. യുവരാജ് അത് അടിച്ചെങ്കിൽ റോഡിനെ പോലെ 140-150 കിലോമീറ്റർ സ്പീഡിൽ എറിയണ ഒരാളെ അത്ര അടിച്ചിട്ടുണ്ടെങ്കിൽ യുവരാജിൻ്റെ കഴിവ് അസാധ്യ കഴിവാണ്. അത് ബാക്ക് ഫുട്ടിൻ്റെ കഴിവുണ്ട്, അതായത് ലെഗ്സിൻ്റെ, അതായത് നമ്മുടെ ഫുഡ് വർക്കിൻ്റെ കഴിവുണ്ട്, ഹാൻഡ് പവറിൻ്റെ കഴിവുണ്ട്, അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ട്, അദ്ദേഹം ചെയ്തെടുത്ത നെക്ക് പ്രാക്ടീസിൻ്റെ കഴിവ് എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫോളോവറായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ് റിങ്കു സിംഗും അഭിഷേക് ശർമ്മയും. അഭിഷേക് ശർമ്മ പ്രൂവ് ചെയ്ത്, റിങ്കു സിംഗും പ്രൂവ് ചെയ്തതാണ്. കാര്യം റിങ്കു സിംഗ് IPL 5 സിക്സ് അടിച്ചത് നിങ്ങൾ നോക്കിയാൽ മതി. കട്ട് ഷോട്ട്, ഓഫ് സ്റ്റംപിൽ കട്ട് ഷോട്ട് വരുന്നുണ്ട്, സ്ക്വയർ കട്ട് വരുന്നുണ്ട്. സ്ക്വയർ കട്ടൊക്കെ അങ്ങനെ നിസ്സാരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഷോട്ടല്ല. അത് കുറച്ച് ഓഫ് സ്റ്റംപിലേക്ക് ഭയങ്കര പാടാണ്. നമ്മൾ കണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ലെഫ്റ്റ് ഹാൻഡേഴ്സും ലെഗ് സ്റ്റംപ് ഡോമിനൻസ് ആണ് ഉള്ളത്. എക്സെപ്റ്റ് 1-2 പേര്. ജയസൂര്യ നല്ല രീതിയിൽ ഓഫ് സ്റ്റംപ് കളിക്കുമായിരുന്നു, ലാറ കളിക്കുമായിരുന്നു. ഗിൽക്രിസ്റ്റ് പോലും ഓഫ് സ്റ്റംപിലേക്കൊക്കെ അങ്ങനെ ഷോട്ട് എടുക്കുന്നത് വളരെ അപൂർവമാണ്. അവരെടുക്കുന്ന ഹെയ്ഡനൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന മെയിൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ്. ഗാംഗുലി എടുക്കുമായിരുന്നു. ഗാംഗുലി ഈ പറഞ്ഞ പോലെ ഒരു ഓഫ് സ്റ്റംപ് പ്ലെയറാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓഫ് സ്റ്റംപാണ് ശരിക്കും ക്രിക്കറ്റിൻ്റെ ബാറ്റിങ്ങിൻ്റെ ശക്തി. ഓഫ് സ്റ്റംപ് പ്ലെയർ ആയതുകൊണ്ടാണ് ഗാംഗുലി കുറേ റൺസ് അടിച്ച് കൂട്ടിയത്, പിടിച്ചിരുന്നത്. ഗാംഗുലി ലെഗ് സ്റ്റംപിൽ അധികം കളിക്കത്തില്ല. അപ്പോൾ ക്രിക്കറ്റിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഓഫ് സ്റ്റംപാണ്. അത് വീണ്ടും പറയുവാണ്. അപ്പോൾ ആ കളി വന്നു. ഇന്നലെ പിന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ തിലക് വർമ്മ ആണ് നമ്മുടെ ഹീറോ. തിലക് വർമ്മ നന്നായിട്ട് കളിച്ചു. തിലക് വർമ്മ അത് കളിച്ചെങ്കിൽ പോലും ഓഫ് സ്റ്റംപ് കവർ ചെയ്ത് ലെഗ് സ്റ്റംപിൽ കളിക്കാനായിട്ട് കുറച്ച് ഷോട്ടുകൾ നോക്കുന്നുണ്ടായിരുന്നു. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കോച്ച് അവിടെ ഇരുന്ന് പറഞ്ഞത് ലെഗ് സ്റ്റംപിൽ അറിയില്ലേ ഓഫ് സ്റ്റംപിൽ അറിയാൻ വേണ്ടി തെരുവിളിക്കുന്ന ആംഗ്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐറ്റം. അപ്പോൾ നമ്മൾ ആ സമയം ഓഫ് സ്റ്റംപിൽ വന്ന ബോൾ ഓഫ് സ്റ്റംപിലേക്ക് യുവരാജിന് കളിക്കണ പോലെ ഒരാൾ കളിച്ചിരുന്നെങ്കിൽ ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ബാക്കി നമ്മൾ കളിച്ച നമ്മുടെ ഏരിയകളെല്ലാം ഓക്കെ ആയിരുന്നു, പൊളിയായിരുന്നു, കിടക്കണമായിരുന്നു.